ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു 2 ടയർ ഡമ്മി കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടയർ ഡമ്മിയും മേലത്തെ ഒരു ടയർ കേക്കുമായിട്ട് ഇപ്പോൾ നമ്മൾ വെഡ്ഡിങ് കേക്കിലൊക്കെ കണ്ടിട്ടില്ലേ 2ഉം 3ഉം ഒക്കെ ആയിട്ട് ഡമ്മി ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഇതൊരു 9 ഇഞ്ചാണ്. ഇതിൻ്റെ മുകളിലത്തെ കേക്ക് 6 ഇഞ്ചുമാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ തെർമോക്കോളിൻ്റെ ഡമ്മീനെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സൈഡ് ഭാഗവും മുകളൊക്കെ നല്ല ടൈറ്റായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ, മുകളിലും താഴെ അല്ലാതെ സൈഡ് ഭാഗത്ത് വൈറ്റ് സെല്ലോ ടേപ്പ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഒന്ന് 2-3 ചുറ്റും ഇങ്ങനെ ചുറ്റി ഒട്ടിച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ വെഡ്ഡിങ് കേക്കിനൊക്കെ നമ്മൾ ബേസ് എടുക്കുക, ഡ്രം ബേസ് എന്ന് പറയും, കുറച്ച് കട്ടിയുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടെ അടുത്ത ഷോപ്പിലൊന്നും കിട്ടാത്ത കാരണം ഞാനിത് നമ്മളിപ്പോൾ 9 ഇഞ്ചാണ് നമ്മളെ ആ ഡമ്മി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 12 ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ബേസ് തമ്മിൽ ഒരു ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ തലേ ദിവസം രാത്രി നമ്മൾ ചെയ്ത് വെക്കണം കേട്ടോ. പിറ്റേ ദിവസമാണ് നമ്മൾ കേക്ക് സെറ്റ് ആക്കണമെങ്കിൽ തലേ ദിവസം ഈ ബേസൊക്കെ ഒട്ടിച്ച് വെക്കണം. എനിക്ക് അല്ലാതെ തന്നെ ആ ഡ്രം ബേസ് കിട്ടുകയാണെങ്കിൽ അതെടുത്താൽ മതി, ഇങ്ങനെ ബുദ്ധിമുട്ടണമെന്നില്ല. എന്നിട്ട് നമുക്ക് ഈ ഡമ്മി വെക്കണതിൻ്റെ ആ ഭാഗത്തായിട്ട് ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ കയറ്റി വെക്കണം. അപ്പോൾ അത് നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കമഴ്ത്തി വെച്ചാലും ഒന്നും അതിൽ നിന്നുകൊണ്ട് ഡമ്മി വീണു പോകുന്നില്ല കേട്ടോ. പിന്നെ കേക്ക് ആയാലും ഡമ്മി ആയാലും ഒക്കെ ഇങ്ങനെ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കിയിട്ട് ആക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നൽ. അപ്പോൾ ഇത് നമ്മൾ ക്രം കോട്ടൊന്നും ചെയ്ത് വെക്കണ്ട, ഫിനിഷ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ നോർമലി കേക്ക് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ക്ഷമയിൽ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്താൽ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഐസിങ് ചെയ്ത് ഡമ്മീനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. പിന്നെ ഇതിന് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സാണിത്. അപ്പോൾ ഈ ഫ്ലവറിനൊന്നും സ്റ്റെംസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂത്ത് പിക്ക് കുത്തി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ആ കൂർത്ത ഭാഗം അറ്റത്തേക്ക് ആക്കിയിരിക്കണേ, കാരണം അപ്പോഴാണ് നമുക്ക് കേക്കിൽ ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനായിട്ടുള്ള സിറപ്പ് തിളപ്പിച്ചാറിയ പാലിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ കേക്ക് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ആദ്യം ഒരു വാനില സ്പഞ്ച് വെച്ച് കൊടുത്ത് ക്രീമാക്കി കൊടുത്ത് പിന്നെ ബട്ടറിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സാണ് ഇട്ട് കൊടുത്തിട്ട് ആൽമണ്ട്. അപ്പോൾ അത് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തിട്ട് കേക്കിനെ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, അപ്പോൾ തന്നെ ഐസിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ഫിനിഷായി കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇനി ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക. പിന്നെ നമ്മൾ ഇതിന് ഫിനിഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് കേക്ക് സെറ്റ് ചെയ്യലൊക്കെ നമ്മൾ ഇനി പിറ്റത്തെ ദിവസമാണ് ഡെലിവറി ചെയ്യണ അന്ന്. അപ്പോൾ നമ്മൾ ആ ഡമ്മിയുടെ മുകളിലേക്ക് ഇതുപോലെ പതുക്കെ മേലെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് സപ്പോർട്ടിന്. പിന്നെ നമ്മൾ സ്പാച്ചുലയിൽ ഇങ്ങനെ പതുക്കെ പൊക്കിയിട്ട് ഇങ്ങനെ ആ കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ആ സ്പാച്ചുല പതുക്കെ തന്നെ അതിനൊന്നുകൊണ്ട് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വല്ലാണ്ടൊന്നും അവിടുന്ന് ക്രീം പോവില്ല. ഇനി ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഡമ്മിയുടെ നമ്മളിവിടുത്തെ റേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ ഒരു ക്രീം വെച്ചിട്ടുള്ള ഒരു ഡമ്മി ചെയ്യാൻ വേണ്ടിയിട്ട് 500 രൂപയാണ് ചാർജ്. ഞാൻ പ്ലസ് നമ്മളിപ്പോൾ എത്ര കിലോ ആണോ കേക്ക് എന്ന് വെച്ചാൽ അത് പിന്നെ അതിൽ കൂടെ പിന്നെ നമ്മളെ ഫ്ലവേഴ്സും നമുക്ക് എന്തൊക്കെ ഡെക്കറേഷന് ആവശ്യമായിട്ടുള്ള ടോപ്പേഴ്സ് അങ്ങനത്തെ അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കേക്കിൻ്റെ റേറ്റ് കണക്കാക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ മറക്കണ്ട. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.